AKG ഭവനിലെത്തി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി ഡൽഹി പോലീസ്. SFI ഡൽഹി സെക്രട്ടറി ഐഷി ഘോഷ് ജന്തർ മന്തർ പ്രതിഷേധത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ CPM നേതാക്കൾ തടഞ്ഞതോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. देखो ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे बार्जिंग करने के लिए आपको किसने दिया? आपको इस तरह की बात है? और क्या? Should ask the permission to come and stand here. What's your good name? Mr. Rajneesh. How did you have this himmat, courage to come and get inside? No, Nadiji, जानना पड़ेगा ना. Just tell me what is. And what is this case? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Listen, tell me. This is against her in case FIR number 21 of the... I know this case. This case has been pending for last several years. She going to present herself in the court on 30th. In the meantime, you want, to create a scene, to give a message to everybody that you will not spare anybody who was part of this Chandra Madhur family. Sir, date of the... And you are also a police. Sir, date No, of... I am asking, you are also part of... You don't have a uniform. I went for... No. I am asking Sir, a straight please, question to you. please. You are part of the Delhi police. Yes. I should know who I am and where is your badge, where is your uniform. Can you just come like this? Sir, आज You are not answering my question. I am a lawmaker, I am a parliament member. मैं आपको एक्सप्लेन कर Why? रही हूँ. Tell me. आज मेरा हाई कोर्ट मैटर था. Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, I have no- काफी बारिश थी, जिसके वजह से No. मेरी यूनिफॉर्म भीग चुकी थी. Please listen जो कि to- अभी दिखाने में No, भीगी please हुई listen है. to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back, have your uniform, Okay. come with your badge. Okay. ठीक है. You can't do like this. And I am telling you, if you are, Sir, please take it also. आप ये No. I am going to be here. मैं ठीक है. No. Please go and wear your uniform now. How do we know that you are? എന്ത് വില കൊടുത്തും പോലീസ് രാജ്യത്ത് തടയുമെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും പറഞ്ഞു. ഇന്നലെ സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. ആദ്യം ഈ അതിക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കോടതിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സമരത്തിന് നേരെ ജന്തർ മന്തറിൽ പോലീസ് നടത്തിയ ക്രൂരമായ വേട്ട അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ എന്ത് തെമ്മാടിത്തമെന്നുള്ള വാക്കെങ്കിലും ഉപയോഗിക്കണം. ഇവിടെ ഇപ്പോൾ AKG സെന്ററിൽ AKG ഭവനിൽ വന്നിട്ട് മോഡിയുടെയും അമിത്ഷായുടെയും പോലീസ് കാണിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പോലീസിന്റേത് പകപോക്കൽ നടപടിയെന്ന അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ. വാറണ്ട് നിലനിൽക്കുന്നുണ്ട്, അതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് നടപടി. ജന്തർ മന്തറിലെ സമരം തന്നെയാണ് ഈ പെട്ടെന്നുള്ള നീക്കത്തിന് കാരണമെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അടിയന്തരമായി ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കുമെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഡൽഹി പോലീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റ അവർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ പെറ്റീഷൻ പിൻവലിച്ചുകൊണ്ട് പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അതേസമയം അല്ലാത്ത സാഹചര്യത്തിൽ ഈ പെറ്റീഷൻ നിലനിൽക്കുന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ മേലെ വലിയ സമ്മർദ്ദമാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകരും ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു മൂവ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പഴയ കേസ് എടുത്തുകൊണ്ട് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തയ്യാറായി വരുന്നത്. CPM ആസ്ഥാനത്തെത്തി പിന്തുണ അറിയിച്ച് CPI ദേശീയ നേതൃത്വം. പോലീസ് നടപടി അപലപനീയമെന്ന് D രാജയും പ്രതികരിച്ചു. ഐഷി ഘോഷും CPM ഒറ്റയ്ക്കല്ലെന്ന് ആനി രാജയും പ്രതികരിച്ചു. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ പഴയ കേസുകൾ കുത്തിപ്പൊക്കുക സുപ്രീം കോടതി അടക്കം തിരിച്ചടിയേറ്റതിന് പിന്നാലെ എന്നുള്ളതാണ് അവിടെ CPM MP ജോൺ ബ്രിട്ടാസും നേതാക്കളും ഇടപെട്ട് അത് തടയിട്ടത്. അപ്പോൾ എന്താണ് ഇനി ഡൽഹി പോലീസിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ CPMന്റെ അഭിഭാഷകർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് പ്രതികരണങ്ങളായി വരുന്നത്?
പ്രജിഷ് 30-ാം തീയതി ഐഷി ഘോഷിനെതിരായ ഈ കേസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. 2 ദിവസം മുൻപ് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അതായത് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർ 2021 ഡൽഹിയിലെ ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ മാർച്ചാണ് ഈ കേസിന് ആധാരം എന്ന് പറയുന്നത്. ആ കേസിൽ ഐഷി ഘോഷിനെതിരെ പോലീസ് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ ഇത് സംബന്ധിച്ച വിചാരണ നടക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകാൻ ഐഷി ഘോഷിന് സാധിക്കുന്നില്ല. ഇതേ തുടർന്ന് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇതിന് മുന്നോടിയായിട്ടുള്ള സമൻസ് ഐഷി ഘോഷിന് കൈമാറിയിട്ടില്ല എന്നാണ് SFI നേതൃത്വം പറയുന്നത്. അതായത് ഫോണിലൂടെ വിളിച്ച് സമൻസ് ഉണ്ട് എന്ന് അറിയിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്നും പറയുന്നു. എന്തായാലും ഈ 2 ദിവസം കേസ് പരിഗണിക്കാനിരിക്കവെയാണ് ഇന്ന് 4 മണിയോടുകൂടി ഡൽഹി പോലീസിലെ 3 ഉദ്യോഗസ്ഥർ CPIMന്റെ ആസ്ഥാന മന്ദിരമായ AKG ഭവനിലേക്ക് എത്തുന്നത്. ഒരു വനിതാ ഉദ്യോഗസ്ഥയും 2 പുരുഷ ഉദ്യോഗസ്ഥന്മാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് യൂണിഫോമോ നെയിം ബാഡ്ജോ ഉണ്ടായിരുന്നില്ല എന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിലെത്തി CPMന്റെ പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തിനുള്ളിലേക്ക് കയറുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള നേതാക്കൾ ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിരോധിച്ചു. നിങ്ങൾ യൂണിഫോമിൽ മടങ്ങി വരൂ, അല്ലാത്ത പക്ഷം കോടതിയിൽ ഞങ്ങൾ ഇതുമായി സമീപിക്കുമെന്ന് പോലീസുകാരോട് ജോൺ ബ്രിട്ടാസ് MP തർക്കിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും MP ഉൾപ്പെടെയുള്ള CPM നേതൃത്വവുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അപ്പോഴേക്ക് CPMന്റെ വർഗ ബഹുജന സംഘടനകളെല്ലാം തന്നെ അവരുടെ പ്രതിനിധികളും നേതാക്കളും എല്ലാം തന്നെ ഡൽഹിയിലെ CPM ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് CPIയുടെ ദേശീയ നേതൃത്വം ഇവിടെ എത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തു. D രാജ, ആൻ രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തി പിന്തുണ അറിയിച്ചു. CPMഉം ഐഷി ഘോഷും ഈ വിഷയത്തിൽ ഒറ്റയ്ക്കല്ല എന്നും പറയുകയും ചെയ്തു. ഇതിൽ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്ന വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ